അപ്പോൾ ഇപ്പോൾ വിവാദമായിക്കൊണ്ടിരിക്കുന്ന ഒരു കേസാണ് എപ്സ്റ്റീൻ ഫയലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വന്നുകൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദിയുടെ പേരിൻ്റെ ഒപ്പം വന്നുകൊണ്ടിരിക്കുന്ന ഒരു വാർത്ത. ഇത് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ജെഫ്രി എപ്സ്റ്റീൻ എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരൻ വലിയ കോടീശ്വരനാണ്, അമേരിക്കക്കാരനാണ്. മാത്രമല്ല ഒരുപാട് തരത്തിലുള്ള ക്രിമിനൽ ആക്ടിവിറ്റീസ് ചെയ്തിട്ടുണ്ട്, പ്രത്യേകിച്ച് ലൈംഗികപരമായിട്ടുള്ള കാര്യങ്ങൾ, ലൈംഗിക കുറ്റകൃത്യങ്ങൾ, അതുപോലെ തന്നെ ഹ്യൂമൻ ട്രാഫിക്കിംഗ് തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പുള്ളി വിചാരണ നേരിട്ടു. പക്ഷെ അതിൻ്റെ ഇടയിൽ വെച്ചിട്ട് ജയിലിൽ തന്നെ വെച്ചിട്ട് പുള്ളി മരിക്കേണ്ടായത്. ആത്മഹത്യയാണെന്ന് പറയുന്നു. ആ പെർക്കിളുടെ സമയത്ത് അവിടെ ക്യാമറയില്ല, ഡ്യൂട്ടിയിൽ ആരുമില്ല, അങ്ങനെയൊക്കെ. ഓക്കെ, അത് വേറെ കോൺട്രവേഴ്സി. ഓക്കെ, അങ്ങനെ ഈ പുള്ളിക്കാരൻ മരിക്കുന്നു. പക്ഷേ ഈ പുള്ളിയുടെ അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അമേരിക്കയിലുള്ള ഡിപ്പാർട്ട്മെന്റുകളും വിവിധ ഡിപ്പാർട്ട്മെന്റുകളും ചേർന്നിട്ട് പുള്ളിയുടെ എന്താ പറയുന്നത് ഒട്ടുമുക്കാൽ എല്ലാ വിശദാംശങ്ങളും ശേഖരിക്കേണ്ടായി. ഈ പറയുന്ന ഇമെയിലുകൾ, കോൺടാക്ട് ലിസ്റ്റ്, ആരെ കണ്ടു, ആരോട് സംസാരിച്ചു, എന്താണ് സംസാരിച്ചത് തുടങ്ങി ഏതാണ്ട് എല്ലാ തരത്തിലുള്ള ഡീറ്റെയിൽസും ശേഖരിക്കുകയുണ്ടായി. അത് ഒരു കോൺഫിഡൻഷ്യൽ ഫയലായിട്ടായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ കുറച്ച് മുൻപ് അമേരിക്കൻ കോൺഗ്രസ് പുതിയൊരു നിയമം പാസ്സാക്കിക്കൊണ്ട് ഈ ഒരു ഡോക്യുമെന്റ് പബ്ലിക്കിന് അവൈലബിൾ ആവുന്ന രൂപത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ അത് കിട്ടും, വായിക്കാം. അപ്പോൾ ഇതിൽ 2017 അതിലെ ഒരു മെയിലിൽ നമ്മുടെ രാജ്യത്തിൻ്റെ, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ പേര് അതിനകത്തുണ്ട്. ഇതാണ് ഇപ്പോഴത്തെ വിവാദ വിഷയം എന്ന് പറയുന്നത്. വെറും പേരല്ല, അതേ ചുമ്മാ നരേന്ദ്രമോദി എന്ന് പറഞ്ഞിട്ട് പറഞ്ഞുവിടല്ല. പുള്ളി പറയുന്നത് പുള്ളിയുടെ അഡ്വൈസ് കേട്ടിട്ട് നരേന്ദ്രമോദി അമേരിക്കയ്ക്ക് വേണ്ടി ഇസ്രായേലിൽ ചെന്നു എന്നാണ് പറയുന്നത്. US പ്രസിഡന്റിനെ 1-2 വട്ടം കണ്ടിട്ടുണ്ട്. ആൻഡ് ഇറ്റ് വർക്ക്ഡ് എന്ന് പറയുന്നൊരു വാക്കുണ്ട് അവസാനം. എന്ത് വർക്കായി, എന്താ പുള്ളി പറയുന്നത് നമുക്കറിയില്ല. ഓക്കെ, അപ്പോൾ ഇതിൽ ഈ പറയുന്ന കാര്യങ്ങൾ എന്തെങ്കിലും വാസ്തവമുണ്ടോ? അങ്ങനെ വാസ്തവം ഉണ്ടെങ്കിൽ, സത്യമാണെന്നുണ്ടെങ്കിൽ അത് ഗൗരവമായിട്ടുള്ള വിഷയമാണ്. ഇത്രയും കൂടും ക്രിമിനലായിട്ടുള്ള ഒരാളുടെ പേരിൻ്റെ ഒപ്പം, അല്ലെങ്കിൽ അയാളുടെ ഇമെയിലിൽ, അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ടാണ് അയാൾ പറയുന്നത്. ഞാൻ എൻ്റെ അഡ്വൈസ് പ്രകാരം ഇസ്രായേലിൽ പോയി എന്നൊക്കെ തരത്തിലുള്ളതാണ്. ആ ഡേറ്റുകൾ ഏതാണ്ട് ഒരേപോലെ തന്നെയാണുള്ളത്. ഇപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒക്കെ അതിൽ വലിയ രീതിയിലുള്ള ചോദ്യങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് അവരത് പോസ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ വല്ല സത്യമുണ്ടോ എന്നുള്ളതാണ് കാര്യം. സത്യം ഉണ്ടെങ്കിൽ നമ്മുടെ രാജ്യം തല കുനിക്കേണ്ടി വരും.